പാകിസ്ഥാന്റെ അവാക്സ് എന്ന നിരീക്ഷണ വിമാനം ഇന്ത്യ തകർത്തുവല്ലോ. അത് എത്രത്തോളം പാകിസ്ഥാനെ പ്രഹരമേൽപ്പിക്കും? എന്ത് നഷ്ടമാണ് ഉണ്ടാക്കുക? അതായത് ഈ തകർത്തു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച് നമ്മുടെ സേന പറഞ്ഞിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു എവാക്സ് വിമാനവും അതുപോലെ 3 ഫൈറ്റർ ജെറ്റുകളും വീണതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാലുള്ള പ്രശ്നങ്ങൾ അതെന്താണ്, അതിൻ്റെ പ്രാധാന്യം, അതൊക്കെ പറയാം. അതായത് ഈ എവാക്സ് എന്ന് പറയുന്നത് എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം. അതായത് ആകാശത്ത് നിരീക്ഷണം നടത്തി ശത്രുവിൻ്റെ മറ്റ് കോപ്പുകൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് പറയുന്ന ആകാശത്തുള്ള ഒരു റഡാർ കൂടി അടങ്ങിയ ഒരു വിമാനം ആണിത്. സാധാരണഗതിയിൽ എല്ലാ സൈന്യങ്ങൾക്കും ഇത് പരിമിതമായ എണ്ണം ഉണ്ടാവുള്ളൂ. ഇന്ത്യക്ക് 5 എവാക്സ് വിമാനമാണ് ഉള്ളത്. പാകിസ്ഥാനും ഏതാണ്ട് അത്രയൊക്കെയാണ് ഉള്ളത്. മുമ്പ് 9 എവാക്സ് ഉണ്ടായിരുന്നതാണ്. അതിൽ ഈ ചൈനയുടെ 4-5 എവാക്സുകൾ പിന്നെ കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്ത് പോയി സേവനത്തിൽ നിന്ന്. അപ്പോൾ വിരമിച്ചത് കൊണ്ട് പിന്നെ 9ൻ്റെ അകത്ത് 4-5 പോയാൽ പിന്നെ ഒരു 4-5 അങ്ങനെ ഉണ്ടാകാൻ വഴിയുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരെണ്ണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്ന് ഈ രംഗത്തുള്ള വ്യോമസേനയിലുള്ള വിദഗ്ധന്മാർ പറയുന്നു. സ്ഥിരീകരിച്ച് പത്രസമ്മേളനമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ വരുമ്പോൾ നമുക്കറിയാം. പിന്നെ F-16 2 JF-17 പോയതായിട്ടും പറയുന്നുണ്ട്, വെടിവെച്ച് വീഴ്ത്തിയതായിട്ട്. അതിൻ്റെയൊക്കെ സ്ഥിരീകരണം വരട്ടെ. അപ്പോൾ 2006 പാകിസ്ഥാൻ 4 സാബ് 2000 എവാക്സ് സ്വീഡനിൽ നിന്ന് വാങ്ങിച്ചിരുന്നു, 4. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെത് റിട്ടയർ ചെയ്ത് ചൈനയുടേത് റിട്ടയർ ചെയ്ത് പോയത് കൊണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് സാബ് 2000 ആയിരിക്കും എന്നാണ് പറയുന്നത്, എന്നാണ് ഊഹിക്കുന്നത്. പിന്നെ 4 2DK-03 എവാക്സ് 2008 ചൈനയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു, 4. ആ 4 ഇപ്പോഴില്ല. അതാണ് കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്ത് പോയി എന്ന് പറയുന്നത്. പിന്നെ സ്വീഡനിൽ നിന്ന് കിട്ടിയ 4 സാബ് എയർവാക്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ 3 വരുള്ളൂ. അപ്പോൾ സേനയ്ക്ക് ശത്രുവിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുന്ന 1 നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലുള്ള നിരീക്ഷണ വിമാനം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വ്യോമസേനയിലുള്ളവർ പറയുന്നത് അത് കനത്ത നഷ്ടവും പ്രഹരവുമാണ് എന്നാണ്. അപ്പോൾ എവാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കശ്മീർ, പൂഞ്ച്, കശ്മീരിൽ പൂഞ്ച് ആ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ നഷ്ടപ്പെട്ടത് പഞ്ചാബിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എവാക്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് റഡാർ സർവൈലൻസ് വിമാനം ആണ്. റഡാർ ഉൾപ്പെടെയുള്ള നിരീക്ഷണ വിമാനം. അത് എയർ ഡിഫൻസിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമാണെന്നും പറയാം. വ്യോമ പ്രതിരോധത്തിൻ്റെ കമാൻഡും കൺട്രോളും. ഇത് മറ്റു വിമാനങ്ങളെയൊക്കെ വെടിവെച്ചിടുക, ആക്രമിക്കുക എന്നുള്ളതിന് പകരം മറ്റേ കുറേ വിദൂര മേഖലകളിൽ കൂടി ശത്രുവിൻ എന്തൊക്കെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തി ആ ആശയവിനിമയം മറ്റ് പോർവിമാനങ്ങൾക്കും സേനയിലെ സംവിധാനങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്ന സംവിധാനമാണ്. ലാർജ് റഡാർ ഡോം അതിനുണ്ട്, വലിയ റഡാർ ഡോം ഉണ്ട്. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ, ട്രാക്ക് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ ശത്രുവിൻ്റെ സംവിധാനങ്ങൾ അതിനു വേണ്ടി. പിന്നെ വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ, ലാർജ് ഡിസ്റ്റൻസസ്, അതിലുള്ള ശത്രുവിൻ്റെ കേന്ദ്രങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എയർ ആൻഡ് സർഫസ് കോണ്ടാക്ട്, ആകാശത്തുള്ളതും കരയിലുള്ളതുമായ കേന്ദ്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് എന്തൊക്കെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആകാശത്തെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററാണ് ഒരു എവാക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ടൈം
അവയർനെസ്, സിറ്റുവേഷണൽ അവയർനെസ്. ഈ സമയത്ത് എന്ത് സാഹചര്യമാണ് ആകാശത്തും ഭൂമിയിലുള്ളത് എന്നുള്ള ആശയവിനിമയം എവാക്സിൽ നിന്നാണ് നടക്കുന്നത്. അത് കോർഡിനേഷൻ, ഏകോപനം നടത്തുകയാണ്. എയർ ഓപ്പറേഷൻസിലെ ആകാശം നടത്തുന്ന ഓപ്പറേഷൻസിൻ്റെയൊക്കെ ഏകോപനം നടത്തുന്ന വിമാനമാണ്, നിരീക്ഷണ വിമാനമാണ് എവാക്സ്. അതിൻ്റെ ഈ അത് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ഇൻഫർമേഷൻ മറ്റ് കരയിലെ കടൽ, ആകാശം, അവിടെയൊക്കെയുള്ള സൈന്യത്തിന് ആശയവിനിമയം നടത്തിക്കൊടുക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്, ക്രിട്ടിക്കൽ അസറ്റാണ് പോവുക. മൾട്ടിപ്പിൾ ഹൈ വാല്യൂ റോൾസ് വഹിക്കുന്ന സിസ്റ്റമാണ് ഈ എവാക്സ് വിമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരേ സമയം പല ലക്ഷ്യങ്ങളെ വിദൂരങ്ങളിൽ ട്രാക്ക് ചെയ്യുന്നതാണ് അത്. ഫൈറ്റർ ജെറ്റുകൾ, എയർ ഡിഫൻസ് സിസ്റ്റം, വിമാനവേദ സംവിധാനങ്ങൾ, പോർ വിമാനങ്ങൾ, അവയൊക്കെ ഏകോപിപ്പിക്കുന്നത് ഈ എവാക്സ് വിമാനമാണ്. സർ, ഈ സംവിധാനം ഇന്ത്യക്ക് എത്ര എണ്ണമാണ്? ഇന്ത്യക്ക് 5 എണ്ണം ഉണ്ട്. അത് പറയാം. ഫ്ലൈയിങ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ് എന്നതിനെ വിശേഷിപ്പിക്കാം. പറക്കുന്ന ഹബ്ബാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ് എന്ന് പറയാം. അപ്പോൾ ഏർലി ത്രെറ്റ് ഡിറ്റക്ഷൻ, ക്രൂഷ്യൽ വാർണിംഗ്സ് അബൌട്ട് ഈ ഓരോ സേനയുടെയും ഓരോ രാജ്യത്തിൻ്റെയും വ്യോമപരിധിയിലേക്ക് കടന്നു വരുന്ന ടാർഗറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ മിസൈൽ അയക്കാനും ഒക്കെയുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് ഈ എവാക്സിൽ നിന്നാണ് കൊടുക്കുന്നത്. 2024 കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, ചൈനീസ് എവാക്സിനെ പാകിസ്ഥാൻ റിട്ടയർ ചെയ്യിച്ച് കളഞ്ഞു. 2017 2020 3 കൂടി ഈ ഇറായി, സ്വീഡൻ്റെ എവാക്സ് വിമാനങ്ങൾ സാബർ വാങ്ങിച്ചിരുന്നു പാകിസ്ഥാൻ. അപ്പം നാം വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് സാബ് 2000 എയറായി ആയിരിക്കും സ്വീഡൻ്റെ എന്ന് കരുതുന്നു. ഇത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ റേഡിയസിൽ ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ തിരശ്ചീനമായിട്ട്, ഹൊറിസോണ്ടലായിട്ട്, ലംബമായിട്ട് 60,000 അടി മുകളിൽ അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ലാതെ 9 മണിക്കൂർ ആകാശത്ത് നിൽക്കാൻ പറ്റും. അതിന് 3705 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. 3705. ഇന്ത്യക്ക് 5 എവാക്സ് വിമാനങ്ങളാണ് ഉള്ളത്. 3 ഇസ്രയേലിൽ നിന്നുള്ള ECM-2090 ഈ ഫാൽക്കൺ സിസ്റ്റംസ്, അതാണ് നമ്മുടെ റഡാർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഫാൽക്കൺ സിസ്റ്റംസ് മൗണ്ട് ചെയ്ത റഷ്യയുടെ വിമാനമാണ് IL-76A ഹെവി ലിഫ്റ്റ് ജെറ്റ്സ്. റഷ്യയുടെ ഹെവി ജെറ്റ്സ് വിമാനത്തിൽ നമ്മൾ ഇസ്രയേലിൻ്റെ ഫാൽക്കൺ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ എവാക്സ് സിസ്റ്റം. 3 പിന്നെ 2 നേത്ര MK1 സിസ്റ്റം. അത് മൗണ്ട് ചെയ്തിരിക്കുന്നത് ബ്രസീലിൽ നിന്നുള്ള എംബ്രയർ ജെറ്റുകളിലാണത്. അങ്ങനെ 2 തരം റഷ്യൻ വിമാനങ്ങളിലും ബ്രസീലിൽ നിന്ന് വാങ്ങിയ എംബ്രയർ വിമാനത്തിലുമാണ് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന റഡാർ സംവിധാനങ്ങളൊക്കെ. അത് 2017 നമുക്ക് വന്നതാണ്. അങ്ങനെ ഈ വളരെ പരിമിതമായിരിക്കും എവാക്സ് വിമാനങ്ങൾ സേനകൾക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ അത് കനത്ത നഷ്ടമാണ്. അത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന്, അതായത് ഒരു പ്രതിരോധ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ അതില്ലാതെ പറ്റില്ല പറ്റില്ല. അത് ശരിയാണ്. അപ്പോൾ പാകിസ്ഥാന് അതൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികമായുള്ളത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യാനും പാകിസ്ഥാന് കൂടുതൽ തകർച്ച ഉണ്ടാക്കാനും അത് ഇടയാക്കില്ലേ? അത് പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ മോദിയും കൂടി മുൻകൈ എടുത്തിട്ടാണ് S-400 ഒക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ വളരെ
ഇഫക്റ്റീവ് ആണെന്ന്, റഫേലും S-400 ഒക്കെ രംഗത്തുണ്ടല്ലോ, വളരെ ഇഫക്റ്റീവ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഒരു മിസൈൽ പോലും നമ്മുടെ ഒരു കേന്ദ്രത്തിലും പതിച്ചിട്ടില്ല, ഒരു ജനവാസ കേന്ദ്രത്തിലും പതിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ മിസൈലുകളൊക്കെ വിദഗ്ധർ പറയുന്നത് ലക്ഷ്യത്തിലേക്കൊന്നും അല്ല അത് ചെന്നിരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ചൈനയിൽ നിന്നൊക്കെയുള്ള PL-15E പോലത്തെ സംഗതികളൊക്കെ അല്ലേ, ഇത് ഒരു യുദ്ധ അനുഭവവും ഇല്ലാത്ത മിസൈലുകളാണ്. ഇതൊന്നും ലക്ഷ്യത്തിലേക്കല്ല പോയിരുന്നത് എന്നാണ് ഈ എയർഫോഴ്സിൽ നിന്നൊക്കെയുള്ള വിദഗ്ധരുടെ അഭിപ്രായം. ഈ ഇതുവരെയുള്ള രംഗനിരീക്ഷണത്തിൽ നിന്ന് അവർ പറയുന്ന അങ്ങനെയാണ്. ഈ വന്നതും ഗുണമില്ല, തല്ലിപ്പൊളി സാധനങ്ങളാണ് ഈ ചൈന കൊടുത്തിട്ടുള്ള. ചൈനയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളത് ശരിയാണെങ്കിൽ 2 അതും തല്ലിപ്പൊളിയാണെന്നുള്ളതാണല്ലോ. മിസൈലും ഗുണമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. മിസൈൽ ഇപ്പോൾ 3 അവശിഷ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ അയച്ച 3 മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് തകർന്നതിൻ്റെ. ഇന്ന് ഹോഷിയാർപൂരിൽ 1 കൂടി അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.